നമസ്കാരം. കോവിഡ് മഹാമാരിയുടെ മറവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നത് കോടികളുടെ ഗുരുതര സാമ്പത്തിക അഴിമതിയും കവർച്ചയുമാണെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. 2019-2020 കാലഘട്ടത്തിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ അക്കൗണ്ടുകളിൽ നിന്ന് 46 ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാതെ തട്ടിയെടുത്ത സംഭവത്തിൽ ക്രിമിനൽ കേസെടുത്ത് വിജിലൻസ് അന്വേഷണത്തിന് വഴി തുറക്കുമ്പോൾ ഇടത് ഭരണകാലത്ത് മെഡിക്കൽ കോളേജിൽ അരങ്ങേറിയ മുഴുവൻ തട്ടിപ്പുകളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. രോഗികളിൽ നിന്ന് ഈടാക്കുന്ന തുക വകമാറ്റിയ കവർച്ച മാത്രമല്ല, സ്ഥാപനത്തെ തന്നെ ഹൈജാക്ക് ചെയ്ത DR ഫാൻസ് എന്ന നിയമന മാഫിയയെക്കുറിച്ചും വിജിലൻസ് അന്വേഷിക്കണമെന്നതാണ് ഉയരുന്ന പ്രധാന ആവശ്യം. കോവിഡ് പ്രതിരോധത്തിന്റെ കേന്ദ്രബിന്ദുവായി പ്രവർത്തിച്ച മെഡിക്കൽ കോളേജിൽ മൂക്കിന് താഴെ ഇത്രയും വലിയ സാമ്പത്തിക തിരിമറികളും വഴിവിട്ട ബന്ധു നിയമനങ്ങളും നടന്നിട്ടും അന്ന് ആരോഗ്യവകുപ്പ് ഭരിച്ച KK ശൈലജയോ നിലവിലെ ആരോഗ്യമന്ത്രിയോ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ ഉയരുന്നത്. HDCS ലെഡ്ജറിൽ കൃത്യമായി രേഖപ്പെടുത്തിയ 46 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിക്കാതെ മുക്കി. അതോടൊപ്പം സർവകലാശാലയും ആശുപത്രിയും ഭരിക്കുന്നത് യോഗ്യതയില്ലാത്ത DR ഫാൻസ് ബന്ധു നിയമന മാഫിയയാണ്. മുഴുവൻ വിഷയത്തിലും വിജിലൻസ് അടിയന്തരമായി അന്വേഷണം നടത്തണം, ഇതാണ് ഉയർന്ന ആവശ്യം. മെഡിക്കൽ കോളേജിലെ അഴിമതി പലവട്ടം മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഒന്നും അന്വേഷിക്കാൻ ഇടത് സർക്കാർ തയ്യാറായിരുന്നില്ല. മെഡിക്കൽ കോളേജിലെ ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന MRI, CT സ്കാൻ ലാബുകളിൽ നിന്ന് രോഗികളിൽ നിന്ന് ഈടാക്കിയ തുകയാണ് ബാങ്കിൽ അടയ്ക്കാതെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് കവർന്നത്. രജിസ്റ്ററുകളിലും ലെഡ്ജറുകളിലും തുക കൃത്യമായി രേഖപ്പെടുത്തിയ ശേഷം ബാങ്കിലേക്ക് നിക്ഷേപിക്കേണ്ട തുക തട്ടിയെടുക്കുകയായിരുന്നു. ഇതിനു പുറമെ കരാറുകാർക്ക് നൽകിയ തുകയിൽ നിന്നും TDS ഇനത്തിൽ നികുതി വെട്ടിച്ചതായും ധനകാര്യ ഓഡിറ്റിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് നൽകിയ നിർദ്ദേശപ്രകാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകും. തുടക്കത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കുമെങ്കിലും അഴിമതിയുടെ ആഴവും വ്യാപ്തിയും കണക്കിലെടുത്ത് കേസ് അടിയന്തരമായി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് കൈമാറാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം. സാമ്പത്തിക തട്ടിപ്പുകൾക്ക് പുറമെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഭരണം മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നത് DR ഫാൻസ് എന്നറിയപ്പെടുന്ന സംഘമാണ്. പ്രിൻസിപ്പലും സൂപ്രണ്ടും പേരിന് മാത്രം സ്ഥാനത്തിരിക്കുമ്പോൾ ഭരണപരമായ എല്ലാ തീരുമാനങ്ങളും നിയന്ത്രിക്കുന്നത് ഈ സംഘമായിരുന്നു. CPM നിയന്ത്രണത്തിലായിരുന്നു ഈ സംഘം. മുൻകാലങ്ങളിൽ ക്രിമിനൽ സ്വഭാവമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടവരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരും ഉൾപ്പെടുന്ന ഈ സംഘത്തിന് മുന്നിൽ അധികൃതർ കണ്ണടക്കുകയാണ്. PSC നിയമനങ്ങൾ പോലും അട്ടിമറിച്ചാണ് മെഡിക്കൽ കോളേജിൽ DR ഫാൻസുകാർ തങ്ങളുടെ ബന്ധുക്കളെ തിരികെ കയറ്റിയിരിക്കുന്നത്. യോഗ്യതയുള്ള ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോൾ HDS മറവിൽ താൽക്കാലികക്കാരായി കയറി പിന്നീട് കളക്ടറേറ്റിനെ സ്വാധീനിച്ച് 60 വയസ്സ് വരെ തുടരാവുന്ന സ്ഥിരം തസ്തികയ്ക്ക് തുല്യമായ ജോലികളിൽ ഇവർ പ്രവേശിക്കുകയാണ്. മെഡിക്കൽ കോളേജിലെ ബന്ധു നിയമന മാഫിയയുടെ ഞെട്ടിക്കുന്ന ഉദാഹരണങ്ങളാണ് HDSലൂടെ നടന്ന നിയമനങ്ങൾ. HDSലെ താക്കോൽ സ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പ്യൂണിന്റെ കുടുംബം മുഴുവൻ മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യുന്നത്. ഇയാളുടെ ഭാര്യ കേന്ദ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ജോലി ചെയ്യുമ്പോൾ മകൾ തിയേറ്റർ നേഴ്സായും മകൻ ഓക്സിജൻ പ്ലാന്റിലും ജോലി ചെയ്യുന്നു. മറ്റൊരു പ്യൂണിന്റെ ഭാര്യയും മെഡിക്കൽ കോളേജ് ജീവനക്കാരിയാണ്. ഇതിനു പുറമെ ഇയാളുടെ കുടുംബത്തിലെ 7 പേരാണ് ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിൽ HDS വഴി ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. PSCക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ വൈകിപ്പിച്ച് താൽക്കാലിക നിയമനങ്ങൾ നടത്തി ഇവരെ സ്ഥിരപ്പെടുത്തുന്ന വൻ അട്ടിമറിയാണ് വർഷങ്ങളായി മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. നേരത്തെ വിമുക്ത ഭടന്മാരെ നിയോഗിച്ചിരുന്ന സെക്യൂരിറ്റി വിഭാഗം ഏജൻസിക്ക് കൈമാറിയതോടെ സെക്യൂരിറ്റിക്കാരായി എത്തുന്നതും DR ഫാൻസുകാരാണ്. ഇതോടെ രോഗികളും ബന്ധുക്കളും സുരക്ഷിതരല്ലാത്ത അവസ്ഥയിലേക്ക് ആശുപത്രി മാറി. രോഗികളുടെ കൂട്ടിരിപ്പുകാരെയും ആംബുലൻസ് ഡ്രൈവർമാരെയും ക്രൂരമായി മർദ്ദിക്കുന്ന സംഭവങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അനീതിക്കെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ DR ഫാൻസ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് എതിർ കക്ഷികൾക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസിൽ കള്ളക്കേസ് കൊടുപ്പിക്കുകയാണ് പതിവ്. അടിയേറ്റ പാവപ്പെട്ട രോഗികളുടെ ബന്ധുക്കൾ തന്നെ കേസിൽ പ്രതികളാകുന്ന സ്ഥിതിയുമാണുള്ളത്. മുമ്പ് കൊച്ചിയിൽ നിന്നും എത്തിച്ച വൃക്കയുമായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഓടിയ ആംബുലൻസ് സഹായികൾക്കെതിരെ മെഡിക്കൽ കോളേജ് അധികൃതർ കള്ളക്കേസ് കൊടുത്ത സംഭവത്തിന് പിന്നിലും DR ഫാൻസിന്റെ കുബുദ്ധിയായിരുന്നു. സെക്യൂരിറ്റിക്കാരോ ജീവനക്കാരോ ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യത്തിലാണ് ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ അവർ വൃക്കയടങ്ങിയ പെട്ടിയുമായി ഓടിയത്. എന്നാൽ സ്വന്തം വീഴ്ച മറച്ചുവെക്കാൻ ഡോക്ടർമാർ വരും മുൻപ് പെട്ടിയെടുത്ത് മോശമായി പെരുമാറി എന്ന വ്യാജ പരാതി നൽകുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ചെയ്തത്. സത്യം പറയുന്നവരെയും സഹായിക്കാൻ എത്തുന്നവരെയും കള്ളക്കേസിൽ കുടുക്കി മാറ്റി നിർത്തുന്ന തന്ത്രമാണ് ഇവർ പയറ്റുന്നത്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി HDS ജനറൽ ബോഡി യോഗം പോലും ഇല്ലാതെയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ലാബ് ഉപകരണങ്ങളുടെ പർച്ചേസുകളും അനധികൃത നിയമനങ്ങളും നടത്തിയിട്ടുള്ളത്. HDS എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പലരും ഇതിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നെങ്കിലും ഭരണപക്ഷ സ്വാധീനത്തിൽ അതെല്ലാം മുക്കി. കോവിഡ് കാലത്തെ PPE കിറ്റ് തട്ടിപ്പുകൾക്ക് പിന്നാലെ ഇപ്പോൾ പുറത്തു വന്ന 46 ലക്ഷത്തിന്റെ സാമ്പത്തിക കവർച്ചയും DR ഫാൻസ് നടത്തുന്ന സമാന്തര ഭരണവും ബന്ധു നിയമനങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ഇടത് ഭരണത്തിൽ മെഡിക്കൽ കോളേജിന്റെ തകർച്ച പൂർണ്ണമാണ്. ആരോഗ്യ മേഖലയിലെ ഈ വൻ തട്ടിപ്പുകൾക്കെതിരെ HDS വഴിയുള്ള മുഴുവൻ പർച്ചേസുകളും നിയമനങ്ങളും 46 ലക്ഷത്തിന്റെ കവർച്ചയും ഉൾപ്പെടുത്തി സവിശേഷ അധികാരമുള്ള വിജിലൻസ് ടീം സമഗ്ര അന്വേഷണം നടത്തണമെന്ന ആവശ്യം നാൾക്ക് നാൾ ശക്തമാകുകയാണ്.